ഏതു കഷ്ടതയിലും പ്രാർത്ഥിക്കുവാനും നിലവിളിക്കുവാനും ഒരു ദൈവ പൈതൽ തയ്യാറാകുകയാണെങ്കിൽ അവന്റെ നിലവിളിയുടെയും പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം മറുപടി തരുന്ന ദൈവമാണ്. 18-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്നെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം, കഷ്ടങ്ങളിൽ എന്റെ ദൈവം ഏറ്റവും അടുത്ത തുണയാണ്. 20-ാം സങ്കീർത്തനം, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. ചില കഷ്ടതകൾ ഒരു മനുഷ്യന്റെ തകർച്ചയ്ക്കല്ല, മറിച്ച് ആ കഷ്ടത അവന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ കഷ്ടതയില് ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. സ്തോത്രം. എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. നമ്മൾ എപ്പോഴും കരയേണ്ടത് ദൈവത്തിന് മുമ്പിലാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ആര് കരഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാം കണ്ണുനീര് എന്റെ ദൈവം ഒപ്പിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി നിന്ന സഹിച്ച ഹന്ന പ്രാർത്ഥിക്കുകയാ. അവൾ കരഞ്ഞു നിലവിളിച്ചു പ്രാർത്ഥിക്കുക. അവിടെ കണ്ണുനീരൊപ്പുവാൻ ദൈവം അവിടെ ഇറങ്ങി വന്നു. പിന്നെ അവിടെ മുഖം വാടിയില്ല. ആരും കാണാതെ മുറിക്കകത്ത് കയറി വാതിലടച്ച് കർത്താവിനോട് നിലവിളിക്കുമെങ്കിൽ നിങ്ങളുടെ നിലവിളിക്ക് ഉടനെ ഒരു മറുപടിയുണ്ട്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിങ്ങളുടെ നിലവിളി ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ നിലവിളിയുടെ മറുപടി നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അളവിൽ നിങ്ങളിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ആത്മാവ് ഒരു ബോധ്യം തരുന്നു. ഇനിയും നീ നിലവിളിച്ച വിഷയത്തിൽ ഒത്തിരി നാൾ നിലവിളിക്കേണ്ടി വരത്തില്ല. കാരണം നിന്റെ നിലവിളിയുടെ മറുപടി നിന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുവാൻ സമയമായി. എവിടൊക്കെ നീ തല കുനിച്ചോ അവിടെയൊക്കെ നിന്റെ തല നിവർത്തുവാൻ പോകുക. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, നിലവിളിക്കുത്തരം തരുന്ന ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിലവിളിക്കുന്ന ജനത്തിന്റെ നിലവിളി കണ്ട് നിലവിളിയുടെ മറുപടി തരുവാൻ കഴിവുള്ള കർത്താവേ, ഈ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങൾ കാരണം അവരുടെ കണ്ണുനീരൊപ്പുവാൻ ആരുമില്ലാത്തപ്പോൾ അവരുടെ കണ്ണുനീർ ഒപ്പി വിലാപത്തെ നൃത്തമാക്കി രട്ടടിച്ച് സന്തോഷം മുടിപ്പിക്കുന്ന ദൈവം അവരെ ആനന്ദ നദിയിൽ ഇറക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ കഷ്ടതയിലുള്ള നിലവിളിക്ക് മുമ്പിൽ മറുപടി ഉണ്ട്. ഗോഡ് ബ്ലെസ്.